അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വർഗപ്രവേശനവും നരകവിമോചനവും അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം മുഖേന നമുക്ക് ലഭ്യമാകുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ്. ഈ കാരുണ്യത്തിന് അർഹരായി തീരുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സൽക്കർമ്മങ്ങളാണ്. എപ്പോഴാണ് ഒരു കർമ്മം സൽക്കർമ്മമായി മാറുന്നത്? ഇസ്ലാമികമായ വീക്ഷണപ്രകാരം ആ സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തി, ആ കർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തി അടിസ്ഥാനപരമായി അള്ളാഹുവിനെ ഏകനാക്കുകയും അഥവാ തൗഹീദ് ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കുന്നവനായിരിക്കുകയും വേണം. ഒന്നാമത്തെ നിബന്ധനയാണിത്. രണ്ടാമതായി, നമ്മൾ ചെയ്യുന്ന കർമ്മം അത് സൽക്കർമ്മമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ കൃത്യമായി പഠിപ്പിച്ചിരിക്കണം. നബിചര്യ അനുസരിച്ച് അത് സൽക്കർമ്മമായിരിക്കണം. മൂന്നാമതായി, നമ്മൾ ആ കർമ്മം നിർവഹിക്കുന്നത് വഴി ആഗ്രഹിക്കുന്നത് ആത്യന്തികമായി അള്ളാഹുവിൻ്റെ മാത്രം തൃപ്തിയും പ്രീതിയുമായിരിക്കണം, അഥവാ പരിപൂർണമായ ഇഖ്ലാസ് ഉണ്ടാകണം. ഇതാണ് ഒരു ഒരു കർമ്മം സൽക്കർമ്മമാവാനുള്ള നിബന്ധനകൾ. ഇനി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, സൽക്കർമ്മങ്ങളിലേക്ക് നമ്മൾ എപ്പോഴും ധൃതിപ്പെടണം. സാരിഉ ഇലാ മഅ്ഫിറത്തിൻ, നിങ്ങൾ ധൃതിപ്പെടുക, മഅ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. എപ്പോഴും ധൃതിപ്പെടുന്ന, മടി, അലസത കാണിക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവണം. രണ്ടാമതായി, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മം പതിവായി നമ്മൾ അനുഷ്ഠിക്കണം. മാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബുഹു. ഒരു അടിമ നവാഫിലുകൾ അഥവാ ഐച്ഛികമായ കർമ്മങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, അപ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെടും എന്ന് അല്ലാഹു സൂചിപ്പിച്ചത് ഈ ഒരു അവസ്ഥയിലാണ്. മറ്റൊന്ന് നമുക്കറിയാം, ഇബാദത്തുകൾ നമ്മൾ അധികരിപ്പിക്കുക എന്നതാണ്. സലഫുകളുടെ മാതൃക പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവർ യുദ്ധരംഗത്ത് പോലും ഖിയാമുൽ ലൈൽ നിർവഹിച്ചവരായിരുന്നു. തടവറയിൽ പോലും അവർ തഹജ്ജുദ് നമസ്കരിച്ചവരായിരുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർ ഒരാഴ്ച കൊണ്ടെങ്കിലും അവർ ഖുർആൻ ഖതമു ചെയ്യുന്നവരായിരുന്നു. അതേപോലെ അവർ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് കരയുന്നവരായിരുന്നു. ഈ രൂപത്തിൽ നമ്മൾ ഇബാദത്തുകൾ അധികരിപ്പിക്കുമ്പോൾ അത് അള്ളാഹുവുമായി കൂടുതൽ നമ്മെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വിഷയം, നമ്മൾ ഇബാദത്തുകൾ അധികരിപ്പിക്കുമ്പോഴും ആ ഇബാദത്തുകളിൽ അല്ലെങ്കിൽ ആ സൽക്കർമ്മങ്ങളിൽ നമുക്ക് ഒരിക്കലും മടുപ്പ് വരാത്ത ഒരവസ്ഥ ഉണ്ടാവണം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കയറിയപ്പോൾ അവിടെ കുറേ കയറുകൾ കെട്ടിയിട്ടത് കണ്ടു. പലപ്പോഴും അവിടെ നമസ്കരിക്കുന്ന ആളുകൾ അവർക്ക് ക്ഷീണം ബാധിക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു ആ കയറുകൾ കെട്ടിയിട്ടത്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് പ്രയാസകരമാകുന്ന രീതിയിൽ, നമ്മുടെ കഴിവിനപ്പുറം പോകുന്ന രീതിയിലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്നതാണ്. അപ്പോൾ സൽക്കർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്, എന്നാൽ അതേസമയം നമ്മൾ മടുപ്പ് വരാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളതിനെ വീണ്ടെടുക്കുകയും നികത്തുകയും വേണം. പലപ്പോഴും നമുക്കറിയാം, റവാത്തിബ് സുന്നത്തുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് വീണ്ടെടുക്കാനുള്ള മാർഗ്ഗങ്ങൾ, വീണ്ടും നിർവഹിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഹദീസുകളിൽ വന്നതുപോലെ നഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളെ നമുക്ക് വീണ്ടെടുക്കാം. മറ്റൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായിരിക്കും, അള്ളാഹു സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷയുള്ളതോടൊപ്പം തന്നെ അത് സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന ഒരു ഭയം, അത് സ്വീകരിക്കുവാനുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇത്രയും വിഷയങ്ങളാണ് പ്രധാനമായും നമ്മൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇത്തരം വിഷയങ്ങൾ പരിപൂർണമായി ശ്രദ്ധിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സദ്വർത്തരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.